3 ദിവസം മുൻപ് പുറത്തിറങ്ങിയ എമ്പുരാൻ എന്ന ചിത്രത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നടക്കം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്നും കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ചിത്രത്തിൽ ക്രിസ്തുവിനെയും ദൈവവചനങ്ങളെയും ക്രൈസ്തവർ വളരെ പരിപാവനമായി കാണുന്ന കുരിശടക്കമുള്ള വിശ്വാസ പ്രതീകങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും അവഹേളിക്കുന്നതുകൊണ്ടാണ് എമ്പുരാനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നുവരാൻ കാരണം. അക്രമങ്ങളും കൊലപാതകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ചില രംഗങ്ങളിലൂടെ മറ്റു പലരെയും അധിക്ഷേപിക്കുന്നതുകൊണ്ടാണ് ക്രൈസ്തവർക്ക് പുറമെ മറ്റു പല വിഭാഗങ്ങളും എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ തിരിഞ്ഞത്. ആ സാഹചര്യത്തിൽ തനിക്ക് ഏതെങ്കിലും മതവിഭാഗത്തോടോ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ വിദ്വേഷം ഇല്ലെന്നും അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്ന ചിത്രം വഴി ആർക്കെങ്കിലും മനോവിഷമം ഉണ്ടായെങ്കിൽ അവരോട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന പ്രസ്താവനയുമായി മോഹൻലാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, അത്തരം വിഷയങ്ങളെ എമ്പുരാൻ എന്ന സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും മോഹൻലാൽ ഉറപ്പു തരുന്നു. തീർച്ചയായും മോഹൻലാൽ വാക്കുപാലിക്കുമെന്നും വിവാദ വിഷയങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം ക്രൈസ്തവരെ വേദനിപ്പിക്കുന്ന സീനുകളും പരാമർശങ്ങളും എമ്പുരാൻ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ. മോഹൻലാൽ പുറത്തിറക്കിയ ഖേദപ്രകടനത്തിന്റെ പൂർണ്ണരൂപം ഇതാണ്. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ടുതന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന വാക്കുകളോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.